അമ്പിയാക്കളിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളല്ല പ്രവാചകൻ, ദർഗകളിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളല്ല പ്രവാചകൻ. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് മുന്നിൽ വെച്ച്, ആ മുഅ്ജിസത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തൊരാചാര്യനായിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പഠിപ്പിച്ചത്. ഔലിയാക്കളുടെ കറാമത്തുകളെ മുന്നിൽ കാണിച്ച്, ആ കറാമത്തുകൾ വിറ്റ്, ആ കറാമത്തിന്റെ ബലത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് യാത്ര തിരിച്ച ഒരു നേതാവായിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം പരിചയപ്പെടുത്തിയത്. ഈ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ അത് ദാനം ചെയ്ത് മരിച്ച പ്രവാചക ചക്രവർത്തിയെയാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ജനങ്ങളെ അള്ളാഹുവിലേക്ക് നയിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ ഒക്കെ പ്രബോധനത്തിന്റെ ദൗത്യം. ഇന്ന് നിങ്ങൾ നോക്ക്, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തു നിൽക്കുന്ന പൗരോഹിത്യം അവരാരിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്? അള്ളാഹുവിലേക്കാണോ? അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദഅവത്താണോ? സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഒരു സമൂഹത്തിൽ ഒരു സഖാഫി വന്ന് പ്രസംഗിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു ധാരണയാണോ ഉണ്ടാവുക? അല്ല അള്ളാഹിന്റെ ഔലിയാക്കളെ കുറിച്ച് ഒരു നല്ല ധാരണയാണോ ഉണ്ടാവുക? വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ഇല്ലെങ്കിലും ഔലിയാക്കൾ മതി നമുക്ക്, അള്ളാഹു ഇല്ലെങ്കിലും അമ്പിയാക്കൾ മതി നമുക്ക് എന്നൊരു മെസ്സേജാണ് ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടാ കിട്ടുക. അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടാ കിട്ടൂല. മറിച്ച് മുജാഹിദുകളുടെ ഒരു പ്രസംഗം കേട്ടാൽ അള്ളാഹുവിനെ കുറിച്ചൊരു വക്കാറ്. അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിലെ പൗരോഹിത്യം വദ്ദിനെ കുറിച്ച് പറഞ്ഞു, സുവാഹിനെ കുറിച്ച് പറഞ്ഞു, യഹൂസിനെ കുറിച്ച് പറഞ്ഞു, യഹൂക്കിനെ കുറിച്ച് പറഞ്ഞു, നസറിനെ കുറിച്ച് പറഞ്ഞു. അതാണ്, അതുകൊണ്ടാണ് വക്കാലല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ അവര് പറഞ്ഞത് എന്താണ്? ലാ തദറുന്ന ആലിയതക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഹൂസ വയഹൂക വനസ്റ. 71-ാം അധ്യായം 28 ആയത്തുകളാണ് അതിലുള്ളത്. 5 മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സൊസൈറ്റിയിലെ പൗരോഹിത്യം നൂഹ് നബിക്കെതിരെ പറഞ്ഞത് ഈ 5 ഔലിയാക്കളെ ഒരു കാരണവശാലും നിങ്ങൾ കയ്യൊയ്യരുത് എന്നാണ്. നൂഹ് നബി അവരോട് ചോദിച്ചതോ മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നിങ്ങളൊരു വക്കാറ് കാണുന്നില്ലേ? കേരളത്തിലും അങ്ങനെയാണ്. മുജാഹിദുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, പൗരോഹിത്യം ദർഗകളിലേക്ക് ക്ഷണിക്കുന്നു, പൗരോഹിത്യം ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്നു. വളരെ വ്യക്തമാണ് ഈ റൂട്ട്. ഈ റൂട്ട് ഒന്ന് പുരോഹിതന്മാരുടെ റൂട്ട്, ഒന്ന് പ്രവാചകന്മാരുടെ റൂട്ട്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു പ്രവാചകന്മാരുടെ റൂട്ട് സ്വീകരിക്കാൻ, പൗരോഹിത്യം പറയുന്നു അവർ പ്രചരിപ്പിക്കുന്ന റൂട്ട് സ്വീകരിക്കാൻ. നമ്മൾ ഏത് സ്വീകരിക്കണം? അത് സ്വീകരിക്കുമ്പോഴാണ് ആത്മീയതയും കപടാത്മീയതയും വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ നോക്ക്, നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ആരംഭിക്കുക. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. ഖുർആനിലെ 21-ാം അധ്യായം 73-ാമത്തെ വചനം. നേർക്ക് നേരെ ചിന്തിക്കുന്നവരോടാണ് സംസാരം. അപ്രകാരം നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചു. പ്രവാചകന്മാരെ നാം തെരഞ്ഞെടുത്തു. ആര് തെരഞ്ഞെടുത്തു? അള്ളാഹു തെരഞ്ഞെടുത്തു. അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്, നാട്ടുകാരല്ല. കുറെ ആളുകൾ കൂടിയിട്ടൊരു കമറുലലമാ പട്ടം കൊടുത്തതല്ല, ഒരു സംശുലലമാ പട്ടം കൊടുത്തതല്ല, ഒരു താജുലലമാ പട്ടം സ്വയം നേടിയെടുത്തതല്ല, അള്ള കൊടുത്തതാണ്. ഈ ഒരു വ്യത്യാസം പ്രത്യേകം നോട്ട് ചെയ്യണം. അള്ള തെരഞ്ഞെടുത്തു. എന്നിട്ട് അള്ള പറയാണ് നിങ്ങൾ അവരെ പിന്തുടർന്നോളൂ, അമ്പിയാക്കളെ പിന്തുടർന്നോളൂ. കാരണം എന്താ? എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്ത് ഇഷ്ടമല്ല, എന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെ എന്നെ ആരാധിച്ചുകൂടാ, ഇത് ഞാൻ പഠിപ്പിക്കുന്നത് ജിബ്രീൽ മുഖാന്തരം വഹി നൽകിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും അവരുടെ പാത നിങ്ങൾ സ്വീകരിക്കണമെന്നും അവരുടെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹ് പറയുന്ന ആയത്ത് നോക്കിയേ, വഔഹാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. എന്താണ് പുണ്യകരം? അത് അമ്പിയാക്കളെ സ്വയം പറയുകയല്ല. ഇന്ന ദിക്ർ പുണ്യമാണ്, ഇന്ന സലാത്ത് പുണ്യമാണ്, ഇന്ന ഒരുമിച്ച് കൂടൽ പുണ്യമാണ്, ഇന്ന ദിക്ർ ഹൽക്ക പുണ്യമാണ്. അങ്ങനെയല്ല. വഔഹാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. അവരിലേക്ക്
നാം ദിവ്യബോധനം നൽകി. ഏതാണ് ഖൈറാത്ത്, എന്താണ് പുണ്യം? പുണ്യകരമായ കാര്യം. ഏത് ദിക്ർ ചൊല്ലിയ പുണ്യുണ്ട്, ഏത് സ്വലാത്ത് നിർവഹിച്ച പുണ്യുണ്ട്, എങ്ങനെ അല്ലാഹനെ ആരാധിക്കണം. ഇത് അമ്പിയാക്കൾ സ്വയം മെനഞ്ഞെടുക്കുകയല്ല. കമാലിയ സ്വലാത്ത് ആരാ ഉണ്ടാക്കി? നാരിയാത്തു സ്വലാത്ത് ആരാ ഉണ്ടാക്കി? താജു സ്വലാത്ത് ആരാ ഉണ്ടാക്കി? റസൂൽ പഠിപ്പിച്ചതല്ല, അല്ല. സഹാബികൾ പഠിച്ചതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കുള്ള വഴിയായി പഠിപ്പിച്ചതല്ല. വിഷയം വളരെ ഗൗരവമാണ്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായത്തിലെ 73-ൽ പറയുന്നത്, അമ്പിയാക്കളെ നിങ്ങൾ സ്വീകരിച്ചോളൂ, കാരണം അവർക്ക് എന്താണ് പുണ്യമെന്ന് അവർ ചിന്തിച്ച് നിങ്ങളെ പഠിപ്പിച്ചതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചതാണ്. എന്റെ ചോദ്യം, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു പഠിപ്പിച്ച ദീനിനേക്കാൾ, അല്ലാഹു വഹി നൽകിയ ദീനിനേക്കാൾ, അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെക്കാൾ നമുക്കെങ്ങനെ പല ഹോജാക്കളും ഇവരെക്കാളൊക്കെ വലിയ ആളുകളായി? വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണിത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് നിങ്ങൾക്കറിയാലോ, അള്ളാന്റെ കൂട്ടുകാരൻ. വളരെ ദൂരെ നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ടാവും. എന്നൊരു സൗകര്യമുണ്ട്, ആ വളവിലും അപ്പുറത്തും ഒക്കെ എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ അകലെ വരെ ശബ്ദം കേൾക്കത്തക്ക രൂപത്തിലാണ് കേബിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെ ദൂരെ നിന്ന് നിങ്ങൾ കേട്ടാ മതി. നിങ്ങൾ മുജാഹിദികളുടെ കേൾക്കുന്നു എന്ന് ആരും കാണണ്ട. എവിടെയെങ്കിലും നിന്നിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിമാരിൽ ഒരാളാണ് ആര്? ഖലീലുള്ള, അള്ളാന്റെ കൂട്ടുകാരൻ. തീർന്നില്ല. മില്ലത്തബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, അത് നിങ്ങൾ പിന്തുടരണം. നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിന്തുടരാനാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78-ാമത്തെ വചനം. തീർന്നില്ല. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹിം, സൂറത്ത് ബഖറ 2-ാം അധ്യായം 130-ാമത്തെ വചനം. ഇബ്രാഹിമി മില്ലത്തല്ലാത്തൊരു മില്ലത്തിനെ നിങ്ങൾ പിന്തുടർന്നാൽ അവൻ ബോഷ്കനാണ്, പടുവിട്ടിയാണ് എന്ന് അള്ളാഹു പറയും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഖദ് കാനതു ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ. ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. 60-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. അപ്പൊ 3 സൂക്തങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ര പോരിശയാക്കപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ ഇബ്രാഹിം നബി പോലും സ്വന്തമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ കൈഫിയത്ത് ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹിനെ ആരാധിക്കണമെന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം. പക്ഷെ എങ്ങനെയാണ് അള്ളാഹിനെ ആരാധിക്കേണ്ടത്, അതിന്റെ കൈഫിയത്ത് എന്താണ്, അത് അദ്ദേഹം അള്ളാഹിനോട് ചോദിക്കുകയാണ്. അതെവിടെ ഉള്ളത്? പോയിന്റുകളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ നരകത്തിൽ. ശരിക്കും മനസ്സിലാക്കി ഒന്നിന്റെയും മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങളോട് ആരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ആരോടും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഏത് ചെറ്റക്കുടിലും ഏത് ഭവനങ്ങളിലും നിങ്ങൾ ജീവിക്കുമ്പോ സാക്ഷാൽ മുഅ്മിനുകളായി ജീവിക്കണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. സൂറത്ത് ബഖറ 128-ാമത്തെ വചനം. എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറയും. ജീവിതത്തിൽ ഒരുപക്ഷേ ഇത്രയേറെ ആയത്ത് മുജാഹിദുകളിൽ നിന്നല്ലാതെ ഒരു സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇത്രയേറെ വിശദീകരണവും നിങ്ങൾക്ക് വേറൊരു ടീമിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയില്ല. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38 48 എന്ന് വന്നിരിക്കണേ എല്ലാ ആയത്തിനും പേര് തെറ്റിപ്പോണ്ടാന്ന് പേജും. സുന്നികൾ 2 മണിക്കൂർ അത് പറഞ്ഞാൽ ആകെ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായനയിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. ഇനി ഇതിന് നാളെ ഒരു മറുപടി ഉണ്ടെങ്കിൽ പോലും എന്താ ഉണ്ടാവും അറിയോ? എന്റെ ഒരു അടിപ്പാവാടന്റെ ഒരു 10 ക്ലിപ്പിംഗ് ഇടും. ദൈവം പറയുന്നത് വെറുതെ പറയല്ല, കുറെ ക്ലിപ്പിംഗ് ഇങ്ങനെ ഇടും. ഒരു 10-38 എണ്ണം നിരിച്ചിരിക്കും, തക്ബീറിലും, എന്നിട്ട് ബിരിയാണി നെയ്ച്ചോറും തിന്നും, AC കാറ് കയറും, പോവും, കീശർച്ചും പൈസയും വാങ്ങും. ഒരായത്ത് ഓതൂല, ഒരു ഹദീസ് ഉദ്ധരിക്കൂല, ഒരു തെളിവുദ്ധരിക്കൂല. 10-40 ക്ലിപ്പിംഗ് ഇട്ട് 3-3.5 മണിക്കൂർ കഴിച്ചു കൂട്ടും. എന്നാൽ ഇതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബന അല്ലാഹ് റബ്ബേ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ
ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരിന, അടിവരയിട്ടോളൂ, വഅരിന മനാസികന. അല്ലാഹ് നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അത് അല്ലാഹ് നീ കാണിച്ചു തരണം. കണ്ടോ, അല്ലാഹ് എനിക്ക് തോന്നിയ ഒരു നല്ല ഐഡിയോളജി അതനുസരിച്ച് ഞാൻ നിന്നെ ആരാധിച്ചു കൊള്ളാന്നല്ല. അല്ലാഹുവേ, നിന്നെ ആരാധിക്കേണ്ടതിന്റെ കൈഫിയത്ത് അതെനിക്കറിയില്ല, അത് നീ പഠിപ്പിച്ചു തരണം. കാരണം ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണ്, അല്ലാഹനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. മനുഷ്യരെ സൃഷ്ടിച്ചത് അതിനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഇമൂൻ. അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56, 57 വചനങ്ങൾ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹനെ ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് അള്ളാഹനെ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും സ്വന്തമായ ഒരു ആരാധനാ രീതി ഉണ്ടാക്കിയിട്ടില്ല. ഈ വസ്തുത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്റെ വിഷയത്തിന്റെ മർമ്മം ഉൾക്കൊള്ളാൻ ഈ ഒരു ആമുഖം അനിവാര്യമാണ്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്സൂമായ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന എല്ലാ പോരിശയുടെയും ഉടമയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട്, നല്ലതല്ലേ എന്നതുകൊണ്ട് ഒരു കാര്യം ദീനിൽ കടത്തി കൂട്ടാൻ അവകാശമുണ്ടോ? ഉണ്ടോ? പറയാൻ അവകാശമുണ്ടോ? നല്ലതല്ലേ എന്ന നിലയിൽ ഒരു വാക്ക് പറയാൻ അവകാശമുണ്ടോ? അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? ഈ പോയിന്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ദൂരെ നിന്ന് കേൾക്കുന്നവരോടും വളരെ വിനീതമായി നിങ്ങളുടെ പരലോകമോർത്ത് ഞങ്ങളുടെയും പരലോകമോർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഉദർ പറയാൻ കാലു മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 164-ാമത്തെ വചനം. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞിരുന്നു, അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. അള്ളാഹ് അവർ ഒരുപക്ഷെ സൂക്ഷിച്ചേക്കാം. 2 കാര്യങ്ങൾ: ഒന്ന് സ്വയം രക്ഷപ്പെടുക, 2 അവരെ രക്ഷപ്പെടുത്തുക. അല്ലേ? ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും മഅ്സൂമായ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ എന്തു ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞത്? അള്ളാഹു അദ്ദേഹത്തെ അംഗീകരിക്കുന്നാണോ പറഞ്ഞത്? അത് കുഴപ്പമില്ല, എന്റെ പ്രവാചകൻ മുഹമ്മദ് അല്ലേ എന്ന് കരുതും എന്നാണോ അള്ളാഹ് പറഞ്ഞത്? അല്ല. പിന്നെ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? ഒരൊറ്റ വാക്ക്, ഒരു സലാത്തല്ല, ഒരു സെന്റൻസ് അല്ല, ഒരു പുതിയ ദിക്റല്ല, ഒരു പുതിയ ആരാധനാ രീതിയല്ല, ഒരേ ഒരു വാക്ക്. അള്ളാഹുവിന്റെ പേരിൽ റസൂലെങ്ങാനും അള്ളാഹ് പറയാത്തത് പറഞ്ഞാൽ, ഖുർആനാട്ടോ കേട്ടോളി, എന്താ സംഭവിക്കുക? അള്ളാന്റെ റസൂലിന്റെ ജീവനാടി അള്ളാഹ് വലത് കൈ കൊണ്ട് പിടിച്ചിട്ട് പൊട്ടിച്ചു കളയുന്നാണ് അള്ളാഹ് പറയും. കേട്ടിട്ടില്ലേ നമ്മുടെ മുസ്ലിം സമുദായം? ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം അത് പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെ കമാലിയാ സലാത്ത് ഉണ്ടാക്കുക? പിന്നെ എങ്ങനെ നാരിയാത്തു സലാത്ത് ഉണ്ടാക്കുക? പിന്നെ എങ്ങനെ അവർക്ക് തോന്നിയ ഒരു സലാത്തും ദിക്റും ഉണ്ടാക്കുക? അവർക്ക് തോന്നിയ ഒരു പുതിയ രീതി ഉണ്ടാക്കുക? അതുകൊണ്ട് അല്ലാഹു 69-ാം അധ്യായം അൽഹാഖത്തു മൽഹാഖ, ആ അധ്യായത്തിലെ 44, 45, 46, 47 വചനങ്ങൾ നിങ്ങൾ വായിക്കണം. വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ തുമ്മ ലഖതഅനാ. ശരിക്കും ശ്രദ്ധിക്കണം ഓരോന്നും. അല്ലാഹുവിന്റെ റസൂൽ എങ്ങാൻ അല്ലാഹുവിന്റെ പേരിൽ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തെ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കൈ കൊണ്ട് റസൂലിനെ പിടിക്കും. സുമ്മ ലഖതഅനാ, പിന്നെ നാം മുറിച്ചു കളയും. എന്ത്? അദ്ദേഹത്തിന്റെ ജീവനാടി നാം പൊട്ടിച്ചു കളയും. എന്റെ പിടുത്തത്തിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപെടുത്തിയെടുക്കാൻ ശക്തിയുള്ളവരായി ഒരാളെയും നിങ്ങൾക്ക് ഈ അണ്ടകടാഹത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല. വല്ലാത്ത വാക്കുകൾ. റഹ്മാനായ പരമകാരുണികനായ റബ്ബിന്റെ വാക്ക്. അത് ഉസ്താദ് പറഞ്ഞതല്ലേ? തെറ്റൂല. ഉസ്താദല്ലേ? നല്ലൊരു ദിക്ർ ഉണ്ടാക്കിയ എന്തോ കുഴപ്പം? നല്ലൊരു സലാത്ത് ഉണ്ടാക്കിയ എന്തോ കുഴപ്പം? അള്ളാന്റെ റസൂലിന് പാടില്ല യുവാവേ, അള്ളാഹുവിന്റെ റസൂലിന് പാടില്ല സഹോദര. മുസ്ലിം സംഘടനകളിൽ, വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോട് ആഖിറം ഓർത്തിട്ട്, ഏത് ആഖിറം? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്വാനല്ലാഹ് വഅത്വാനർ റസൂല എന്ന് പറയുന്ന ഒരു പരലോകമില്ലേ? മുഖം കുത്തി നരകത്തിൽ വീണിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാദത്തനാ വകുബ്റാഅന
ഫഅളല്ലൂന സബീല, സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും